ഹായ് ഫ്രണ്ട്സ്. കേരള PSC LDC 2024 LGS എക്സാമുകൾക്കുള്ള പൊതുവിജ്ഞാനത്തിൻ്റെ 50 മാർക്ക്, അതിൽ നിന്ന് ഈ 2020, 21, 22, 23 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്രാവശ്യം നമ്മൾ രണ്ടെണ്ണമാണ് നോക്കുന്നത്. ഒന്ന് ലോക വിപ്ലവങ്ങൾ, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, മറ്റൊന്ന് നദികൾ. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്കറിയാം അമേരിക്കൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓരോ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റഷ്യൻ വിപ്ലവമുണ്ട്, അത് രക്തരൂക്ഷിത ഞായറാഴ്ചയാണ്, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പറഞ്ഞു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. ചൈനീസ് വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ ബോക്സർ കലാപമുണ്ട്, ലോങ് മാർച്ച് ഉണ്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്ന പോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഫ്രഞ്ച് സമൂഹത്തെ പല തട്ടുകളിലായി തിരിച്ചിരുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ കുറിച്ച് അറിയണമെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തെ പല തട്ടുകളിലായി തിരിച്ചിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതില് പുരോഹിതന്മാര് ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ്, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ്, മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു സാധാരണക്കാരവും മധ്യവർഗവും. അപ്പോ ഈ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി 16 ഈ 3 എസ്റ്റേറ്റുകളിലും കൂടിയിട്ടുള്ള ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയാണ്. ആ വർഷം ഓർത്തുവെക്കാൻ എളുപ്പമാണ്, 1789, 789. അപ്പൊ എസ്റ്റേറ്റ് ജനറൽ എസ്റ്റേറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? 3 ആയിരുന്നു. പുതിയ നികുതികൾ ചുമത്തുന്നതിന് മുമ്പ് ലൂയി 16 ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അവിടെ വെച്ചിട്ടാണ്, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്. എന്നാണ് നടന്നത്? 1789 ജൂൺ 20. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പറഞ്ഞു. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ വളരെ കുറവാണ്. പക്ഷേ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള സാധാരണക്കാരും മധ്യവർഗക്കാരും വളരെ കൂടുതലാണ്. ഈ എസ്റ്റേറ്റ് ജനറലിൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടാണെങ്കിൽ ഈ എണ്ണം കൂടുതലുള്ള സാധാരണക്കാരും മധ്യവർഗവും അടങ്ങുന്ന സമൂഹത്തിനും ഒരു വോട്ടല്ലേ കിട്ടുള്ളൂ. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ആണെങ്കിൽ നികുതികൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നികുതി ചുമത്തുന്നതിനാണ്. ഈ നികുതിയൊക്കെ മേടിക്കുന്നത് അവരാണ്. ഓരോ അംഗത്തിനും ഓരോ വോട്ട് മതിയെന്ന്, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിക്കുകയാണ് അവിടെ. ആ വാദിച്ചത് ആദ്യത്തെ 2 എസ്റ്റേറ്റുകളാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകളാണ്. അവർക്ക് നികുതി കൊടുക്കണ്ട. നികുതി കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ ഈ സാധാരണക്കാരും മധ്യവർഗവുമാണ്. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും അംഗത്തിലെ ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് വാദിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചതാണ് മൂന്നാമത്തെ അസംബ്ലി. ആ മൂന്നാമത്തെ അസംബ്ലി അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ് പുരോഹിതന്മാർ ഉൾപ്പെട്ടിരുന്നു. ധാരാളം ഭൂപ്രദേശം അവർ കൈവശം വെച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഒന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ്. അവരാണ് സൈനിക സേവനം നടത്തിയത്. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് അവരും ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും ഉൾപ്പെട്ടിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് കോമൺസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്സിന് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു, കോമൺസ്. അവർക്ക് ഭരണത്തിൽ ഒരു അവകാശവുമില്ല, താഴ്ന്ന സാമൂഹിക പദവിയാണ്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമായിരുന്നു.
അപ്പോ ഈ ഫ്രഞ്ച് വിപ്ലവം നമ്മൾ കണ്ടു, ലൂയി 16 അവിടെ ഈ ലൂയി 16 ആ ബാർബൻ രാജവാഴ്ചയാണ്, ആ രാജാക്കന്മാരുടെ പേരാണ് ബാർബൻ രാജവാഴ്ച. ആ ബാർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയായിരുന്നു ബാസ്റ്റിൽ കോട്ട. ആ ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവമാണ് ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച. ഒന്നുകൂടി മനസ്സിലാക്കുക, ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ഈ ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ട ജൂലൈ 14 ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച, ടെന്നീസ് വിപ്ലവം, ഇതൊക്കെ 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഇതൊക്കെ 1789 ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. കൂട്ടുകൃഷി സമ്പ്രദായത്തെ റഷ്യയിൽ എതിർത്ത വർഗം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? കുലാക്കുകൾ. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒന്നല്ല, മറ്റതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അങ്ങനെ ചില ചോദ്യങ്ങൾ കയറി വരുന്നു +2 ലെവലിനൊക്കെ ചോദ്യം, അത് പക്ഷേ +2 ലെവൽ എക്സാം ആണ്. പക്ഷെ ചോദിച്ചുകൊണ്ട് മാത്രം ഓർത്തു വെച്ചാൽ മതി, കൂട്ടുകൃഷി സമ്പ്രദായത്തെ റഷ്യയിൽ എതിർത്ത സമ്പന്നരായ ഭൂവുടമവർഗം കുലാക്കുകൾ, കുലീനർ കുലാക്കുകൾ, അവരാണ് അത് എതിർത്തതെന്ന് വിചാരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത്? അപ്പൊ തന്നെ നിങ്ങൾ നേരത്തെ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചിട്ടുണ്ട്, ബാസ്റ്റൺ ജയിലിന്റെ പതനമാണ്. മറ്റതൊക്കെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ഡ്യൂമ അത് എന്ന് പറയുന്നത് സോവിയറ്റ് റഷ്യയിലെ അസംബ്ലിയാണ്. യുദ്ധകാല കമ്മ്യൂണിസം, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബാസ്റ്റൺ ജയിലിന്റെ പതനമാണ്, അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഇതിൽ ഈ ബ്ലഡി സൺഡേ, രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്? രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ഫാദർ ഗപ്പോണിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ റഷ്യൻ പ്രദേശമായിരുന്നു പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ഫാദർ ഗപ്പോണിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ റഷ്യൻ പ്രദേശമാണ് പെട്രോഗ്രാഡ്. 1905 ജനുവരി 9 ഇത് നടക്കുന്നത്. പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തിയ 100 കണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ആ പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തിയ തൊഴിലാളികളെ പട്ടാളം വെടിവെച്ച് കൊന്ന സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. രക്തരൂക്ഷിതമായ ഞായറാഴ്ചയ്ക്ക് ശേഷം റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘങ്ങളാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ നമുക്കറിയാം 1789 ഫ്രാൻസിലെ പാരീസിലെ ബാസ്റ്റൽ ജയിൽ സംഭവിച്ച ഒരു ആക്രമണമാണ് ബാസ്റ്റൽ കോട്ടയുടെ ആക്രമണം. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം, ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ടും, ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതും, രക്തരൂക്ഷിത ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതും, ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതുമാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പൊ ബോസ്റ്റൺ തുറമുഖത്ത് അമേരിക്കൻ കോളനിക്കാർ ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി നയത്തിനെതിരെ 1773 നടത്തിയ പ്രതിഷേധ നടപടിയാണ് ബോസ്റ്റൺ ചായവിരുന്ന് അഥവാ ബോസ്റ്റൺ ടീ പാർട്ടി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഓർത്തു വയ്ക്കുക, 1789. ആ ബാസ്റ്റൺ ജയിൽ തകർത്തതും അന്ന് തന്നെയാണ്. പക്ഷേ അമേരിക്കയിലെ ബോസ്റ്റൺ ടീ പാർട്ടി 1773 ബോസ്റ്റണിലെ അധികാരികൾ നികുതി ചുമത്തപ്പെട്ട 3 കപ്പൽ നിറയെ തേയില ബ്രിട്ടനിലേക്ക് തിരികെ അയക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഒരു പറ്റം കോളനിക്കാർ കപ്പലുകളിൽ കയറി അവയിലുണ്ടായിരുന്ന തേയില കടലിൽ എറിഞ്ഞ് നശിപ്പിച്ചതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് സൂചിപ്പിക്കുന്നത്. അതേസമയം ബോക്സർ കലാപം എന്ന് പറഞ്ഞാൽ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില സംഘടനകൾ അവിടുത്തെ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. 1900-നും 1901-നും ഇടയിലാണ് നടക്കുന്നത്. കലാപത്തിന്റെ മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം വലിയ ശക്തി പകർന്നു.
ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ. 1936 മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തി. തെറ്റാണ്. 1936 മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തുന്നത്. മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തുന്നത് 1934 അതുകൊണ്ട് തെറ്റായ പ്രസ്താവനയിൽ എന്തായാലും 1 വരും. തെറ്റായ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാട്ടോ. 1 വരും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഇത് വരില്ല, ഇതും വരില്ല, കാരണം 1 വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം തെറ്റായതാണ് വരേണ്ടത്. ഡോക്ടർ സൺ യാൻ സൻ 1911 വിപ്ലവം നയിച്ചു. അത് 2 ശരിയാണ്. 1911 വിപ്ലവം നയിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ അത് ഏതിൽ വരാൻ പറ്റില്ല? അതൊരിക്കലും എന്തിൽ വരാൻ പറ്റില്ല? തെറ്റായതിൽ വരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 2 വന്നുകൊണ്ട് എയും തെറ്റാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. അതായത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡോക്ടർ സൺ യാത് സെൻ 1911 വിപ്ലവം നയിച്ചു. അപ്പൊ അതുകൊണ്ട് 1ഉം 3ഉമാണ് തെറ്റ്. 1927 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിന് മുന്നേ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ലോങ് മാർച്ച്. അത് മാവോ സേതുങ് ആണ് നടത്തുന്നത്. 1934 നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്കു പടിഞ്ഞാറൻ ന്യാനിലാണ് അവസാനിക്കുന്നത്. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. അപ്പൊ ചൈനയിലെ വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചൈന ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമായിരുന്നു. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ ഒരു നിലപാടായിരുന്നു മഞ്ചു രാജവംശം കൈക്കൊണ്ടിരുന്നത്. പട്ട്, തേയില, മൺപാത്രങ്ങൾ തുടങ്ങിയവ ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. എന്നാൽ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് വൻതോതിൽ ഇറക്കുമതിയും ചെയ്തു. ഇത് കാരണം ചൈന സാമ്പത്തികമായും ദാരിദ്ര്യത്തിലായി, മാനസികമായും. കറുപ്പാണല്ലോ അങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് പോകുന്നത് നല്ല സാധനമാണ്. ഇത് ചൈനയുടെ വ്യാപാരത്തിന്റെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് 1839-42 കാലഘട്ടത്തിലെ 1-ാം കറുപ്പ് യുദ്ധവും 1856-60 കാലഘട്ടത്തിലെ 2-ാം കറുപ്പ് യുദ്ധവും. അത് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളാണ്. ചൈനയിൽ നിന്ന് പട്ടൊക്കെയാണ് കയറ്റുമയക്കുന്നതെങ്കിൽ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കറുപ്പാണ്. കാരണം ഒരു കാലത്ത് ചൈനയിൽ നിന്നുള്ള കയറ്റുമതി കൂടി. അപ്പൊ ഈ കയറ്റുമതി കൂടിയോടുകൂടി ബ്രിട്ടനൊക്കെ നഷ്ടമായി. അപ്പൊ അവർ എന്ത് ഇറക്കുമതി ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് അവർ കറുപ്പും കണ്ട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച ഒരു നയമാണ് തുറന്ന വാതിൽ നയം. ജോൺ ഹേയ് അമേരിക്കയിലേക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. അതിനു മുമ്പ് അമേരിക്ക 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ വ്യാപാരാനുകൂല്യങ്ങൾ നേടി. അമേരിക്കക്ക് കിട്ടിയില്ല. അപ്പൊ അമേരിക്ക പ്രഖ്യാപിച്ച ഒരു നയമാണ് തുറന്ന വാതിൽ നയം. ജോൺ ഹേയ് ആണ് അത് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെ പ്രത്യേക അവകാശമൊന്നും ഇല്ല എന്നും എല്ലാ രാജ്യങ്ങൾക്കും അവിടെ തുല്യ അവകാശമാണ് ചൈനയുടെ കമ്പോളത്തിൽ എന്നും അവർ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള വൈദേശിക ആധിപത്യത്തിനും ചൈനയിലുള്ള മഞ്ചു രാജവംശത്തിൻ്റെതടക്കമുള്ള ചൂഷണത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ 1900-ൽ കലാപം പ്രകടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. ഇതാണ് ബോക്സർ കലാപം എന്നറിയപ്പെട്ടത്. ബോക്സർ കലാപം പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള വിപ്ലവങ്ങൾക്ക് അത് വലിയ പ്രചോദനം പകർന്നു. ബോക്സർ വിപ്ലവത്തിന്റെ ആവേശത്തിലാണ് 1911-ൽ ഡോക്ടർ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ
മഞ്ജു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നത്? 1911. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ചൈനയിൽ സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു. അതിനുശേഷം അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല വരുന്നത്, ഒരു റിപ്പബ്ലിക്കൻ ഭരണമാണ് വരുന്നത് സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ 1911. സൺ യാത് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സൺ യാത് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ തീരുമാനിച്ചു. റഷ്യയുടെ സഹായമൊക്കെ തന്നെ ചൈനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി. ആദ്യകാലങ്ങളിൽ ഈ കുമിന്താംഗങ്ങളും സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം നടന്നല്ലോ 1911. മഞ്ജു രാജവംശത്തിന്റെ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട്. പക്ഷേ ഗവൺമെന്റിലൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ സഹകരിച്ചു പോന്നിരുന്നു. എന്നാൽ സൺ യാത്സിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ച് ചിയാങ് കൈഷക് അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷകിന്റെ ഈ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നു. അത് എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി വേട്ടയാടുന്നു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേതുങ് ഉയർന്നു വന്നു. കർഷകരാണ് ചൈനയിലെ മുഖ്യ വിപ്ലവ ശക്തി എന്ന് വിശ്വസിച്ച മാവോ സേതുങ് അവരെ സംഘടിപ്പിച്ച് കുമിന്താങ് ദുർമരണത്തിനെതിരെ പോരാട്ടം നടത്തി. ഇതിനായി അദ്ദേഹം രൂപീകരിച്ച സൈന്യമാണ് ചുവപ്പ് സേന. കുമിന്താങ് ദുർഭരണത്തിനെതിരെ ചിയാങ് കൈഷക് വന്നതിന് ശേഷമാണ് കേട്ടോ കുമിന്താംഗങ്ങളുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിപ്പിരിയുന്നത്. അതുവരെ സൺ യാത് സെന്നിന്റെ കാലഘട്ടം വരെ അവർ സഹകരിച്ചിട്ടാണ് പോയിരുന്നത്. അങ്ങനെ 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിൽ നിന്നൊരു യാത്ര ആരംഭിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അതുപോലെ തന്നെ അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. 1937 ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കുമിന്താംഗുകളും ഭിന്നത പറന്ന് പൊതുശത്രുവിനെതിരെ പോരാടി. 1945 ജപ്പാൻ പരാജയപ്പെട്ടതോടെ കമ്മ്യൂണിസ്റ്റുകാരും കുമിന്താംഗുകളും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം വീണ്ടും ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആളും പണവും ആയുധങ്ങളും നൽകി കുമിന്താംഗുകളെ അമേരിക്ക സഹായിച്ചു. എന്നാൽ ചുവപ്പ് സേനയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സൈന്യം ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ കുമിന്താംഗങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു. അങ്ങനെ 1949 ഏപ്രിൽ 23 കുമിന്താങ് ഗവൺമെന്റിന്റെ ആസ്ഥാനമായ നാങ്കിങ് ജനകീയ സൈന്യം പിടിച്ചെടുത്തു. ഭരണം കമ്മ്യൂണിസ്റ്റുകൾ നേടിയപ്പോൾ ചിയാങ് കൈഷക് തായ്വാനിൽ അഭയം നേടി. അങ്ങനെ 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിൽ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം 1900 to 1901. അടുത്ത ചോദ്യം നദികളുമായി ബന്ധപ്പെട്ടതാണ്. ഇതും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തിസ്ത. ഇന്ത്യയിലെ ചില നദികളാണ്. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗോദാവരിയുടെ പോഷക നദി പെൻഗംഗയാണ്. അപ്പൊ നമുക്ക് പോഷക നദികളുമായി ബന്ധപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യം നമുക്ക് ഉപദ്വീപീയ നദികളിലേക്ക് പോകാം. മഹാനദി. ആ മഹാനദി ആരംഭിക്കുന്നത് മൈക്കല മലനിരകളിൽ നിന്നാണ്. മധ്യപ്രദേശ്. 857 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അതിന്റെ പോഷക നദികൾ ഇബ്, ടെല്ല്, ഷിയോനാഥ്, മാൻഡ്, ഓങ് എന്നിവയാണ്. അത് മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളുമുണ്ട്. ഈ ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ട നർമ്മദയും താപ്തിയും ലൂണിയും ഒഴികെ മറ്റെല്ലാ നദികളും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. പക്ഷേ ലൂണി, നർമ്മദ, താപ്തിയൊക്കെ പതിക്കുന്നത് അറബിക്കടലിലാണ്. അതുപോലെ ഹിമാലയൻ നദികളുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ സിന്ധു മാത്രമാണ് വടക്ക് പടിഞ്ഞാറ് കൂടെ ഒഴുകി എവിടേക്ക് എത്തുന്നത്?
അറബിക്കടലിലേക്ക് പതിക്കുന്നത്. ബാക്കി ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ വളരെ പ്രധാനമായി ഓർത്തു വെക്കേണ്ടത് 3 നദികളെയാണ് ബംഗാൾ ഉൾക്കടൽ. ബാക്കി ഒട്ടുമുക്കാലും എന്താണ് ബംഗാൾ ഉൾക്കടലിലാണ്. അറബിക്കടലിൽ പതിക്കുന്നത് ഒന്ന് ഹിമാലയൻ നദിയായ സിന്ധു, മറ്റൊന്ന് നർമ്മദ, താപ്തി, അതുപോലെ തന്നെ ലൂണി. ഇപ്പൊ മഹാനദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണെന്ന് കിട്ടി. മഹാനദി ആരംഭിക്കുന്നത് മൈക്ക പിടിച്ച് നിൽക്കുകയാണ്. ജനങ്ങളുടെ മധ്യത്തിൽ ഒരാൾ മൈക്ക പിടിച്ച് നിൽക്കുകയാണ്. അയാളൊരു മഹാനാണ്. അയാള് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മൈക്കിലൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അദ്ദേഹം പറയുന്നത്? ജനങ്ങളുടെ മാൻഡേറ്ററി, ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, ജനങ്ങളുടെ മാൻഡേറ്ററി എനിക്ക് വേണം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓം ഓം എന്നൊക്കെ പറയുന്നുണ്ട്. പല രാഷ്ട്രീയക്കാരും ഇപ്പൊ അങ്ങനെയാണല്ലോ, മതത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ അദ്ദേഹം പറയുന്നു, നാഥൻ എൻ്റെ ഒപ്പമാണ്, ദൈവം എൻ്റെ ഒപ്പമാണ്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാൻ പാടാത്തതാണ്. അദ്ദേഹത്തിന്റെ ഇബ് അതാണ്. അപ്പോ നോക്കൂ, മഹാനദി മൈക്ക പിടിച്ചു നിൽക്കുന്നു. മഹാൻ മൈക്കല നിരകൾ മധ്യപ്രദേശാണ്, നാട്ടുകാരുടെ ഇടയിലാണ്. ഏതൊക്കെയാണ് അദ്ദേഹം ടെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൈക്കിലൂടെ. എന്താണ് ടെൽ ചെയ്യുന്നത്? നിങ്ങളുടെ മാൻഡേറ്ററി എനിക്ക് വേണം. അതിന്റെ ഇതാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓം ഓം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇതിന്റെ നാഥനായിട്ട് എന്നെ തെരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇബും ടെല്ലും ഷിയോനാഥും മാൻഡും ഓങ്കും ഒക്കെ മഹാനദിയുടെ പോഷക നദികളാണ്. ഗോദാവരി ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നർമ്മദയും താപ്തിയും പോലെയുള്ള 2 പ്രധാന നദികൾ കഴിഞ്ഞാൽ ഒട്ടുമുക്കാൽ നദികളും ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് പതിക്കുന്നത്. ഗോദാവരിയുടെ കാര്യവും വ്യത്യാസമില്ല. ഗോദാവരി ത്രിയംബകേശ്വറാണ്. ഗോദയിൽ നിൽക്കുകയാണ് ഒരു പുരാളി. അപ്പൊ ത്രിയംബകം എന്നുള്ളൊരു വെല്ല് കിട്ടിട്ടില്ലേ? ആ വില്ലുമായിട്ടാണ് ആ ഗോദയിൽ നിൽക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ നാസികയ്ക്ക്, മൂക്കിന് ഒരൊറ്റ അടി ഒരു മഹാനിൽ നിന്ന് കിട്ടുന്നത്. ആ മഹാനിൽ നിന്ന് കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ ചോര വാർന്നു പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായ പെൺഗംഗ വേഗം ഓടി വന്നു, കുറച്ച് മൺചീരയെടുത്തു. ആ മൺചീരയെടുത്ത് ഇന്ദ്രനോട് പ്രാർത്ഥിച്ചു ശബരിമലയിലേക്ക് പോകാം എന്നും ഒരു നേർച്ച നേർന്നു. അദ്ദേഹത്തിന് സുഖമായി എന്ന് വിചാരിക്കുക. അപ്പൊ ഗോദയിൽ ആരിറങ്ങിയിട്ടുണ്ട്? ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ത്രിയംബകം വില്ലെടുത്ത് ഇങ്ങനെ കൊലച്ചു നിൽക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന് മൂക്കിനൊരു ഇടി കിട്ടി. നാസിക്, മഹാരാഷ്ട്രം. അപ്പോ ത്രിയംബകേശ്വർ, നാസിക്, മഹാരാഷ്ട്രമാണ് അതിന്റെ ഉത്ഭവ പ്രദേശം. ഇനി ഈ ഇടി കിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആകെ ടെൻഷനായി, പെൺഗംഗ ടെൻഷനായി. കാരണം ഇയാളുടെ രക്തമൊക്കെ വാർന്നു പോകുന്നുണ്ട്, വാർദ്ധ. പ്രത്യേകിച്ച് അവരൊരു മൺചീര എടുത്തു. മൺചീര എടുത്തൊക്കെ ഒന്ന് ചൂടാക്കി. മാത്രമല്ല ഇന്ദ്രനോടും ശബരിമലയ്ക്കും ഓരോ നേർച്ചകളും നേർന്നു. അതും വന്നു വീണത് ബംഗാൾ ഉൾക്കടലാണ്. ഇനി അടുത്ത് കൃഷ്ണയാണ്. നമുക്കറിയാം കൃഷ്ണന്റെ കൂട്ടുകാരനാണ് ബലരാമൻ. മഹാബലേശ്വർ ആ രീതിയിൽ ഓർത്തു വയ്ക്കാം. അത് മഹാരാഷ്ട്രയിലാണ്, പശ്ചിമഘട്ടം തന്നെയാണ്. 1400 കിലോമീറ്റർ ആണ്. അവിടെ തുംഗഭദ്ര ഉണ്ട്, ഭീമുണ്ട്, കൊയ്നുണ്ട്, മുസിണ്ട്, മാലപ്രഭണ്ട്, ഘടപ്രഭണ്ട്. അപ്പൊ കൃഷ്ണന്റെ തലയിൽ ഒരു പ്രഭ ഉണ്ടല്ലോ, ആ പ്രഭ ആലോചിച്ച് നോക്കിയ. ഓക്കെ, കൃഷ്ണന്റെ കയ്യിലെല്ലാം ഭദ്രമാണ്, നല്ല തലയിൽ പ്രഭണ്ട്. കൃഷ്ണന്റെ ഒരു സുഹൃത്തായിരുന്നു ഭീമൻ. കൃഷ്ണൻ എന്താണ് ചെയ്തിരുന്നത്? പശുക്കളെ മേയ്ക്കുകയാണ്. എപ്പോഴാ പശുക്കളെ മേയ്ക്കുക? പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ, അവിടെ പുല്ലൊക്കെ വളർന്നു കഴിഞ്ഞാൽ, ഒരു മഴ കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവര് പുല്ലൊക്കെ മേയ്ക്കുന്നതിന് വേണ്ടി പശുവിനെ കൊണ്ടുപോകും. അപ്പൊ കൊയ്ന. പിന്നെ പ്രഭ, മാലപ്രഭ, ഘടപ്രഭ. അപ്പൊ ഭദ്രയിൽ നിന്ന് തുംഗഭദ്ര, ഭീമ. കൊയ്ത്ത് കഴിഞ്ഞിട്ടാണ് അവർ പശുക്കളെ മേയ്ക്കുക. അപ്പൊ കൊയ്ന. മുസി. എന്താ മുസി എന്ന് പറയുന്നത്? അപ്പൊ അവർക്ക് മത്സ്യം കിട്ടും. ചിലപ്പോ അവർ മത്സ്യം പിടിക്കാൻ പോകും, മുഷി എന്നുള്ള മത്സ്യവും പിടിക്കാൻ പോകും. അങ്ങനെ ആലോചിക്കുക. അത് ബംഗാൾ ഉൾക്കടലിലാണ്. അടുത്തത് കാവേരി. കാവേരി കർണാടകയിലാണ്. കർണാടകയിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. അപ്പൊ നമുക്ക് അവിടെ കാവേരിയിലും
ഗിരിയിലും രീ ഉണ്ട്, അങ്ങനെ ഓർത്തു നോക്കി. 800 കിലോമീറ്റർ ആണ്. അതിന്റെ പോഷക നദികളാണ് കബനി, അമരാവതി. നമ്മുടെ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് 41. പക്ഷെ കബനി, ഭവാനി, പാമ്പാർ അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതിൽ കബനി, ഭവാനിയും പാമ്പാറും കാവേരിയുടെ പോഷക നദിയാണ്. അതുപോലെ തന്നെ കാവാരിക്ക് മറ്റൊരു പോഷക നദിയാണ് അമരാവതി. കാവേരി ചെന്ന് പതിക്കുന്നതും ബംഗാൾ ഉൾക്കടലിലാണ്. മറ്റൊന്നാണ് നർമ്മദ. നേരെ നമ്മൾ മൈക്കല മലനിരകൾ കണ്ടിരുന്നു. ആരുടെ മൈക്കല മലനിരകളാണ് കണ്ടിരുന്നത്? മറ്റൊരു മൈക്കല മലനിരകൾ നമ്മൾ കണ്ടിരുന്നത് മഹാനദിക്കാണ്. ഇവിടെ ഓർക്കുക, നർമ്മദയ്ക്കും മൈക്കല മലനിരകളാണ്. 1312 കിലോമീറ്റർ ആണ്. നർമ്മദയുടെ പോഷക നദികൾ കിരൺ, ബെഞ്ചൻ, കോലാർ ആണ്. കിരൺ, ബെഞ്ചൻ, കോലാർ. ബെഞ്ചിലിരിക്കുന്ന കിരൺ ഒരു കോലുപോയി ആയിരിക്കുന്നു. ഇത് കണ്ട് നർമ്മദ പൊട്ടിച്ചിരിച്ചു. പക്ഷെ അവളുടെ മൈക്കിന്റെ മുന്നിലായിരുന്നു. നാട്ടുകാർ മുഴുവൻ കേട്ടു. അങ്ങനെ ആലോചിക്കുക, അറബിക്കടൽ. അപ്പൊ ഹിരൺ ബെഞ്ചിലിരുന്നു. ഒരു കോല് പോലെ ഇരിക്കുന്ന ഹിരൺ ബെഞ്ചിലിരിക്കുന്നത് കണ്ടിട്ട് ആര് പൊട്ടിച്ചിരിച്ചു? നർമ്മദ പൊട്ടിച്ചിരിച്ചു. ചിരിയോടുകൂടി ചിരി. നർമ്മം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ഉണ്ടല്ലോ അവിടെ. ഇത് മൈക്കിലായിരുന്നു ഈ പൊട്ടിച്ചിരിച്ചിരുന്നത്. നാട്ടുകാർ മുഴുവൻ കേട്ടു. ഇനി അടുത്താണ് താപ്തി, മുൻതായ് പീഠഭൂമി. താഴെ എന്നുള്ളതിന് മുകളിൽ എന്ന് വിചാരിക്കുക. താപ്തി താഴെ, പക്ഷേ ഉത്ഭവസ്ഥാനം മുന്നിലാണ്. മുൻതായ് പീഠഭൂമി മധ്യപ്രദേശിലെ ബൈദുൽ ജില്ലയിലാണ്. 724 കിലോമീറ്റർ ആണ്. അതിന്റെ പോഷക നദികൾ ഗഞ്ചൽ, അരുണാനദി, ഗിർണ, ആനാർ എന്നിവയെല്ലാമാണ്. ഗഞ്ചൽ എന്ന് പറഞ്ഞാൽ കൊഞ്ചൽ. താഴെയുള്ള ആളുകൾ പലപ്പോഴും കൊഞ്ചി നടക്കുമല്ലോ. നല്ല ചുവന്ന തൊടുത്ത നിറമായിരിക്കും അരുണാവതി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ദേഷ്യം വരും. ഗിർന്നുള്ള ശബ്ദം ഉണ്ടാക്കും. അവർക്ക് ആനയൊക്കെ ആയിട്ടുള്ള കളികൾ ഇഷ്ടമാണ്. അപ്പൊ ഗിർണയും ആനാറും അരുണാവതിയും ഗഞ്ചലൊക്കെ അതിൽ പെടും. ഹിമാലയൻ നദികളിൽ സിന്ധു നദി മാത്രമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പക്ഷേ ഗംഗാ നദി, ഗംഗോത്രി, ഹിമാനിയിലെ ഗോമുഖ് ഗുഹ. ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്നാണ്. ഗംഗയുടെ പോഷക നദികളാണ് യമുന, സോൺ, ഗാഗ, കോസി, ഗാണ്ഡക്, ഗോമതി. എന്നാൽ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ തീസ്ത, മാനസ്, സുബാൻസിരി, ലോഹിത് എന്നിവയാണ്. അപ്പൊ ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഒന്ന് സിന്ധു അറബിക്കടലിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ 41 നദികൾ, 44 നദികളിൽ 41 അറബിക്കടലിലാണ്. അറബിക്കടലിൽ പതിക്കാത്ത നദി എന്ന് പറയുന്നത് നർമ്മദ, താപ്തി, അതുപോലെ തന്നെ ലൂണി നദികളാണ്. അപ്പൊ നർമ്മദ അറബിക്കടലിൽ പതിക്കും. അപ്പൊ ചുവടെ തന്നിരിക്കുന്ന നദികളിൽ ഏതെല്ലാം അറബിക്കടലിൽ പതിക്കുന്നുണ്ട്? സിന്ധു അറബിക്കടലിലാണ്, നർമ്മദ അറബിക്കടലിലാണ്, പെരിയാറും അറബിക്കടലിലാണ്. മഹാനദി മാത്രമാണ് അറബിക്കടലിൽ പതിക്കാത്തത്. അപ്പൊ 1, 3, 4 ആണ് കറക്റ്റ് ആൻസർ. അത് ബി ആണ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? നമുക്കറിയാം, നർമ്മദയും താപ്തിയും അറബിക്കടലല്ല. അപ്പൊ അത് അറബിക്കടൽ വ്യൂഹത്തിൽപ്പെടും. പെരിയാറ് അറബിക്കടലിലാണ്, സിന്ധു അറബിക്കടലിലാണ്, അല്ലാത്തത് മഹാനദിയാണ്. അപ്പൊ അവിടെ ഉത്തരം മഹാനദിയാണ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതൊരുപാട് തവണ അങ്ങനെ വന്നിട്ടുണ്ട്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? നമുക്കറിയാം, ഗംഗ എവിടെ പോയിട്ടാ വീഴുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. അതേസമയം സിന്ധു അറബിക്കടലിലാണ്, പെരിയാറ് അറബിക്കടലിലാണ്, താപ്തിയും അറബിക്കടലിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി, ഗംഗയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ ഇതിലേതൊക്കെയാണ് അങ്ങനെ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നത്? നമുക്കറിയാം, മഹാനദി അങ്ങനെയാണ്. എന്നാൽ മഹാനദി ബംഗാൾ ഉൾക്കടലിലേക്കാണ്. താപ്തി നമുക്കറിയാം, താപ്തി അറബിക്കടലിലേക്കാണ്. അത് പറ്റില്ല. പെരിയാറ് അറബിക്കടലിലേക്കാണ്, ലൂണിയും അറബിക്കടലിലേക്കാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരിക? മഹാനദി അറബിക്കടലിൽ പോവില്ല. അതേസമയം താപ്തി അറബിക്കടലിലേക്കാണ്,
പെരിയാർ അറബിക്കടലിലേക്കാണ്, ലൂണിയും അറബിക്കടലിലേക്കാണ്. അപ്പൊ ഇവിടെ ലൂണി ഫുള്ളായിട്ട് അറബിക്കടലിൽ പതിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇവിടെ വരുന്ന ഏതൊക്കെയാണ്? അറബിക്കടലിൽ നദിക്കുന്ന നദികൾ ഏവ എന്ന് ചോദിച്ചാൽ 1, 3 ഉണ്ടാവണം. 3 ഉണ്ടോ? 3 ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. പിന്നെ നമുക്കറിയാം പെരിയാറും അറബിക്കടലിലാണ്, അത് 2 ആണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഓക്കെ. ഇനി ഇവിടെ അതായത് അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. മഹാനദി അറബിക്കടലിലല്ല പതിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ഇത് പറ്റില്ല, അവിടെ പറ്റില്ല, കാരണം അവിടെ 1 വന്നു. അതുപോലെ തന്നെ സിയും പറ്റില്ല. എന്തുകൊണ്ട് സി പറ്റില്ല? അറബിക്കടലിൽ പതിക്കുന്ന നദികളിൽ താപ്തി അറബിക്കടലിലാണ്. എന്നാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? 2ഉം 3ഉമാണ്. പെരിയാറും ലൂണിയും അറബിക്കടലിലാണ്, താപ്തിയും അറബിക്കടലിലാണ്. തേപ്തി, പെരിയാർ. കറക്റ്റ് ആയിട്ട് പറയാന്ന് വെച്ചാൽ ഈ ലൂണി ശരിക്കും അറബിക്കടലിലല്ല, അറബിക്കടലിൽ എത്തുന്നതിന് മുമ്പ് അതൊരു ചതുപ്പ് നിലത്തിൽ വെച്ച് അപ്രത്യക്ഷമാവുകയാണ്. അവിടെ കറക്റ്റ് ആൻസർ 2ഉം 3ഉമാണ്. എന്ന് പറഞ്ഞാൽ പെരിയാറും താപ്തിയും. ഇന്ത്യയിലെ നദികളെ അവ പതിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അറബിക്കടൽ നദീവ്യൂഹം, ഒന്ന് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നമുക്കറിയാം, അത് നർമ്മദയാണ്. നർമ്മദയും താപ്തിയും സിന്ധുവും അറബിക്കടലിലാണ്, അത് ഓർത്തു വെച്ചാൽ മതി. ബാക്കി ബഹുഭൂരിപക്ഷ നദികളും ബംഗാൾ ഉൾക്കടലിലാണ്. എന്നാൽ കേരളത്തിലെ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ മാത്രമാണ് കിഴക്കോട്ടൊഴുകി കാവേരിയിൽ ലഭിക്കുന്നത്. അത് കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ 3 നദികളാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന പ്രധാന നദികൾ ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. നേരെ തിരിച്ചാലോചിച്ചാൽ മതി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നതാണ് സിന്ധു അങ്ങണ്ടാണ് ഒഴുകുന്നത്. നർമ്മദയും താപ്തിയും അങ്ങണ്ടാണ് ഒഴുകുന്നത്. ഇത് ഓർത്തു വെച്ചാൽ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. സിന്ധു ടിബറ്റിൽ നിന്ന് ആരംഭിച്ച് അതങ്ങനെ പോയി ഇന്ത്യയിലൂടെ കടന്നുപോയി വീണ്ടും പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചിട്ടാണ് അത് കടലിലേക്ക് പതിക്കുന്നത്. ആ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ എന്ന് പറയുന്നത്. ചില്ലാർ ഓർത്തു വയ്ക്കുക. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? സിന്ധു നദിയുടെ പോഷക നദി സത്ലജാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്. അപ്പൊ സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? സത്ലജാണ്. എന്നാൽ സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ചിനാബ് എന്ന് എഴുതണം. ചിനാബ് ഇന്ത്യയിലൂടെ ഒഴുകുന്നില്ല. അപ്പൊ സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യയിലൂടെ പൂർണ്ണമായിട്ട് ഒഴുകുന്നില്ല എന്നാണ് കേട്ടോ, സത്ലജാണ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്കുഭാഗത്തായിട്ട് ഒഴുകുന്ന നദിയും സത്ലജാണ്. ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്നു ഈ സിന്ധുവിന്റെ ഏക പോഷക നദി സത്ലജ്. ഷിക്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി കൂടിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ, സിർഹിന്ദ് കനാൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജാണ്. ഹിമാചൽ പ്രദേശിലെ നാഥ ചാക്രി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി എന്ന് പറയുന്നത് സത്ലജാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയും യമുനയാണ്. ഗംഗയുടെ പോഷക നദിയാണ് ഗോമതി. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് മനാസ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.